നമസ്കാരമുണ്ട്. ഇന്ന് 7 ജൂൺ 2025. അപ്പോൾ ഇന്ന് പൊതുജനങ്ങളോട് പറയുന്നത്, ഇന്ന് ഞാൻ വളാഞ്ചേരിയിൽ അനുജൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഞാൻ പാലക്കാട് ജില്ലയുടെ 200 പഞ്ചായത്തിൻ്റെ പ്രവാസി മലയാളി കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറായിരുന്നു. ഒരു പഴയ ചരിത്രം 2 മിനിറ്റ് പറയാം. അന്ന് ഞാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലുള്ളതാണ് വെലങ്ങാട് ജലവൈദ്യുതി. അവിടെ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ശരിക്ക് ഒരു MLA യോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഭരിക്കാനുള്ളതുള്ളൂ, സുപ്രീം കോർട്ട് മുതൽ താഴെ വരേക്ക് എല്ലാ ഏരിയയിലും ക്ലിയറായി പോയി നോക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവിടെ പോയി നോക്കുന്ന ആളുകളെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയാൽ മാത്രം മതി. ഒന്നുണ്ട്, അത് സത്യമായിരിക്കണം. എന്തെങ്കിലും കാര്യലാഭത്തിനോ അല്ലെങ്കിൽ വിരോധം തീർക്കാനോ ആവരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, 6 വരി പാത വട്ടപ്പാറ കയറ്റം പോലെ താഴേക്ക്, എനിക്ക് കഞ്ഞിപ്പരയിലേക്കാണ് പോകാൻ. അപ്പോൾ വട്ടപ്പാറ കയറ്റത്തിൻ്റെ മുകളിൽ ഈ തല വരേക്ക് നല്ല ക്ലിയറായിട്ട് കയറിപ്പോണ്ട്. അപ്പോൾ ഒന്ന് പറയാൻ വരുന്നത്, അപ്പോൾ ഈ കല്യാണത്തിന് പോയി ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 മൈലിൽ നിന്ന് കുറേശ്ശെ ആളുകൾ കൂട്ടക്കുടുംബങ്ങളാണല്ലോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവരൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ കേൾക്കുന്നത്, ഒരു സൈഡ് കുഴഞ്ഞവർ, നീർക്കെട്ട് കംപ്ലൈൻറ്റ് കൊണ്ട് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് വാങ്ങുന്നവർ, ഇവരോടൊക്കെ എനിക്ക് ഒരൊറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാനുണ്ട്. ഒരൊറ്റ വാക്കിൽ ഒരു ഉത്തരം: നിങ്ങൾ കനിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ ലീഗിൻ്റെ, നിങ്ങൾ സമുദായ നേതാവ് തന്നെ ആയിരിക്കും, പക്ഷേ നുണ പറയുന്ന ആരാണെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു സത്യം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കബറിൽ നിങ്ങൾക്ക് നേരെ കിടക്കാൻ പറ്റില്ല. റസൂലിൻ്റെ സഹായത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നുണ പറഞ്ഞതിൻ്റെ പേരിലാണ്. നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൻ്റെ പേരിലാണ്. വിംസ് ആശുപത്രികളൊക്കെ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് നിങ്ങൾ നിൽക്കരുത്. അത് നിൽക്കരുത്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗിൻ്റെയും ആശുപത്രികൾ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് നിങ്ങൾ കണ്ണടക്കരുത്. അതിൽ പൊതുജനങ്ങളെ കൊണ്ടുപോയി പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാമെന്ന് കൊല്ലുന്ന സമ്പ്രദായത്തിന് നിൽക്കരുത്. പാരസെറ്റമോൾ ഗുളിക, അതിൻ്റെ മുകളിൽ കുറേ പേരെഴുതിയോണ്ടൊന്നും നിങ്ങളുടെ രോഗം മാറില്ല. നിങ്ങൾ 5 കൊല്ലം ഗുളിക കഴിച്ചു, 25 കൊല്ലം കഴിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ നാണക്കേടാണ്. നിങ്ങളുടെ ഡോക്ടറെ കണ്ണിലും മുട്ടയുടെ മുകളിലും മുളക് അരച്ച് തേക്കുന്നത് എന്നാണോ അന്ന് വരേക്ക് നിങ്ങൾ ഈ ദുരിതം അനുഭവിച്ചും കൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് ഇന്ന് ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഡോക്ടർ, അതായത് 5 ദിവസത്തിൽ കൂടുതൽ മരുന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ രോഗം മാറിയിട്ടില്ലേ, ആ ഡോക്ടറെ കണ്ണിലും മൂക്കിലും, ആ നേഴ്സിൻ്റെ കണ്ണിലും മൂക്കിലും, അതുപോലെ തന്നെ മൂത്രക്കുഴിയിലും നല്ല എരിവുള്ള മുളക് പൊടി കലക്കി തേക്കണം. പേരിനൊന്നും പോരാ, നന്നായിട്ട് തേക്കണം. പൊടിച്ച് കെട്ടിയിടണം. അവരെ വസ്ത്രമൊക്കെ ആ സ്പോട്ടിൽ ഊരിയിട്ട് കത്തിച്ച് കളയണം. അധികം വീഡിയോ പിടിക്കുകയും ചെയ്യണം. ഇവർ ചെയ്ത കുറ്റം ഇന്നതാണെന്ന് ലോകത്തോട് പറയുകയും ചെയ്യണം. ലോകത്തോട് വീഡിയോ പിടിക്കുമ്പോൾ ഇവർ ഇന്ന കുറ്റത്തിനാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയണം. അവർക്ക് എന്താ പറയാനുള്ളത് പിടിച്ച് കെട്ടിയുമ്പോൾ എന്ന് അവരൊന്ന് പറയണം. അവർക്ക് തെറ്റ് പറ്റിയതിൻ്റെ മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ അതിന് കഴിയുമെങ്കിൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാപ്പ് കൊടുക്കണം. നാളെ ഇങ്ങനെ വരില്ല എന്ന് എന്താ ഉറപ്പ്, അത് അവരെടുത്ത് വാങ്ങും. ഇതാണ് എനിക്ക് ഇന്ന് ഒരു കാര്യത്തിൽ നിങ്ങളോട് പറയുന്നത്. അസ്സലാമു അലൈക്കും.